സുഹൃത്ത് ഇവിടെ പാട്ട് പിടിക്കും. പാട്ട് പിടിച്ചു തരും. നാളെ ഒരു കല്യാണം ഉണ്ട്, അതിന് പാടാൻ വേണ്ടിയിട്ട്. ചേട്ടൻ എന്തിനാണ് ഇവിടെ കൊടുക്കണേ? നമുക്കത് മൊബൈലിൽ ചെയ്യാൻ പാടില്ലേ? അങ്ങനെ സംവിധാനം ഉണ്ടോ? ചേട്ടൻ ഈ ആൻഡ്രോയിഡ് ഫോണിന്റെ പരിപാടി അറിയാൻ പാടില്ലേ? ഈ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെന്നേ. ഫോണിൽ കണ്ടത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ? ഈ ആപ്ലിക്കേഷൻ കണ്ടോ? ഇതിന്റെ അകത്ത് നമ്മൾ ആവശ്യമുള്ള പാട്ട് അടിച്ചു കൊടുക്കുക, ഡൗൺലോഡ് മിനിറ്റ് പോലും വേണ്ട, ഡൗൺലോഡ്. അപ്പൊ മാനേ, നീ ആ പേപ്പറിങ് എന്നേക്ക്. നമ്മുടെ ഷാജി ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ വരാം. ഓക്കെ, എന്താല്ലേ ആൾക്കാരുടെ കയ്യിൽ 19,000 രൂപയുടെ ഫോണാ, പക്ഷെ ഉപയോഗം അറിയാൻ പാടില്ല. ചേട്ടാ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മറ്റേ ലാമിനേറ്റ് എത്ര ചേട്ടാ? എടാ മോനെ, നീ ഇത് ലാമിനേറ്റ് ചെയ്യാൻ പോകണോ? എടാ ഇത് ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വാല്യൂ പോകും. നീ എങ്ങാനും ഇത് ലാമിനേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒരുങ്ങിപ്പോയാ എന്നേ. ചേട്ടാ നിക്കേട്ടാ, എന്നാ വേണ്ട, ഞാൻ പിന്നെ ഒന്ന് ചെയ്തോളാം. എന്റെ പൊന്നപ്പ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിപ്പുണ്ടെന്നുള്ളൂ, വിവരമെന്ന് പറഞ്ഞ സാധനം ഇല്ല. ടിക്കറ്റിന്റെ പെണ്ണെടുക്കാനാണ്. എങ്ങോട്ട് വാട്സപ്പ് ചെയ്യണ്ടേ? ഇത് കോപ്പി എടുക്കേണ്ട കാര്യം എന്നുള്ളൂ. ഇത് ഫോൺ അവിടെ കാണിച്ചാൽ മതി. എന്തായാലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. വെറുതെ എന്തിനാ കാശ് പറയുന്നത്? അതിനാണ് പോണേ, എന്തിനാ പേടിക്കുന്നത്? ഒരു കാര്യമില്ല. ഈ ഫോൺ അവിടെ കാണിക്കുക, വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. ചേട്ടാ എന്നാ പ്രിന്റ് വേണ്ട കേട്ടോ ടിക്കറ്റിന്റെ. അതൊന്നേ, അതെ നമ്മൾ ടിക്കറ്റിന്റെ പ്രിന്റ് എടുക്കുന്നുണ്ട്, വലിയ കാര്യമില്ലെന്ന് വിചാരിക്കണ്ട. ഫോൺ വഴിക്ക് ഫോണും താഴെ വീണ് പൊട്ടു, അല്ലെന്ന് കാണാതെ പോയതാ അവിടെ എന്നെ എടുത്തിട്ട് കാണിക്കും. അവന് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള. നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെക്കണം എന്നുള്ളൂ. വേണമെങ്കിൽ എടുത്തോട്ടോ. എന്തായാലും വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. ഞാനേ ആ ഫോൺ ശരിയാക്കാൻ നോക്കട്ടെ കേട്ടോ. മനുഷ്യേട്ടാ അവനെ തീറുടായിപ്പോഴാൻ 10 പൈസ തരിക, പൈസ തന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. എത്ര രൂപ? 300. പൈസ നാളത്തേക്ക് മതിയോ? അപ്പോ ഒരു അബദ്ധം പറ്റിയ പൈസ എടുത്തില്ല, ഒരു 500 തരാം. ഞാൻ നാളെ ഇതിൽ പോകുമ്പോൾ കൊണ്ട് തരാം, വൈകുന്നേരത്തിനുള്ളിൽ തരാം. ഞാനേ രാവിലെ ഒരു ചേട്ടൻ പാട്ട് പിടിക്കാൻ വന്നിരുന്നു, കരോക്കെ. അതിന്റെ പൈസ ഉണ്ടായിരുന്നല്ലോ. പാട്ട് പിടിച്ചില്ലല്ലോ, മൊബൈലിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വിട്ടില്ലേ ഉള്ളേ. ഓ അങ്ങനെ പറഞ്ഞു വിട്ടായിരുന്നു. പിന്നെ ഈ ലാമിനേഷൻ ചെയ്യാൻ വന്നില്ലായിരുന്നു, അതിന്റെ 500 രൂപ ആണോ ഒരിക്കലോ? എടാ അവൻ ലാമിനേഷൻ ചെയ്തില്ല, അതിന് അത് മറ്റേ കത്തി പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയില്ലായിരുന്നു. പ്രിന്റ് എടുക്കാൻ വന്നായിരുന്നു, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എടുത്തില്ല. അത് അവള് അത് മറ്റേ മൊബൈൽ കാണിച്ചാൽ മതി ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. പോയായിരുന്നല്ലേ? അപ്പൊ നിനക്ക് അറിയാം അവിടെ കച്ചവടം നടന്നില്ലെന്ന് അറിയാലേ. രാവിലെ എത്ര പേര് ഇവിടെ വന്നാ? എല്ലാത്തിനും നീ പറഞ്ഞു വിട്ടില്ല. അവരുടെ പൈസ നിനക്ക് തരത്തില്ലായിരുന്നോ? 500 രൂപ. എടാ നീയോ പണിക്ക് പോയില്ല, പണിയാ ഇരിക്കുന്നവനെങ്കിലും ഒന്ന് പണിയിപ്പിക്കാൻ സമ്മതിക്കും. നീ മേലെ നീ പരിസരത്ത് കണ്ടുപോകരുത്. മനുഷ്യനെ കച്ചവടം കളയാനായിട്ട് ഉടായിപ്പിന്റെ ഉസ്താദവൻ. അവനെ പൈസ മേടിക്കാൻ അവന് ഫോൺ കൊടുക്കരുത്. ചേട്ടാ ഫോണിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, ഇവിടെ താഴെ വേണം, ഒന്ന് ഡിസ്പ്ലേ മാറി തരാമോ? ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഇടയിൽ തന്നെ. ചേട്ടാ ആ ഫ്രണ്ടിന് എടുത്തരാം, 6 മണിക്ക് ഫ്ലൈറ്റാ.